വെള്ളം തൊടിയിക്കാതെ ഉണ്ടാക്കിയെടുത്ത ഇടിയൻ ചക്ക തോരനാണ് ഇത്. ഇതൊരു ഒന്നൊന്നര തോരൻ എന്നൊക്കെ പറയാൻ നമുക്ക്. കാരണം ഇതുപോലെ ഇതാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇച്ചിരി കഷ്ടപ്പെടാണ്ട് പറ്റില്ല കേട്ടോ. വെറുതെ പുഴുങ്ങിയുണ്ടാക്കുന്ന തരം ഇതല്ല, നല്ല അതീവ രുചിയാണെന്ന് തന്നെ പറയും. ഇതിനകത്ത് ഒരു കിള്ളി വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ഇതിലത്തെ വെള്ളം മാത്രം ഇറങ്ങി വരത്തക്ക രീതിക്കാണ് ഈ തോരൻ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് കാണണ്ടേ. വളപ്പിലെ വിശേഷങ്ങൾക്ക് ശേഷം പാചകത്തിലേക്ക് പോകാം. രണ്ട് നിലയിൽ ഒരു പെരയൊക്കെ ഉണ്ടാക്കി കൊടുത്തേടെ. അടിയിലും കിടക്കാം, മുകളിലും കിടക്കാം. മുകളിൽ കയറിക്കിടന്ന് അവള് എല്ലാം വീക്ഷിച്ച് എവിടെയെങ്കിലും ഒരു അനക്കം കേട്ടാൽ അവള് കോരച്ച് ആകെ ഒരു ഇതാക്കാം. പിന്നെ തീറ്റയൊക്കെ കഴിയുമ്പോൾ ഒരു ഉറക്കമുണ്ട്. അപ്പോൾ അതിനൊരു സ്വസ്ഥമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് സ്ഥലം ഒരുക്കിയേക്കണേ. ചിന്തേ, ഞാൻ വരുമ്പോ എന്നോട് അള്ളിപ്പിടിക്കും വട്ടം. ചിന്തമോളെ, ചിന്തമോളെ, ചിന്തമോളെ. ഇന്നും ഇഞ്ചി പറിക്കല് ആണ്. ഇഞ്ചി പറിക്കല് ആണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു 10 കിലോ ഞങ്ങൾ പറിച്ചു. അപ്പം അതിന് ഒരുമാതിരി വില കിട്ടി. ഇന്നലെ വിറ്റേന് എന്ത് വില വെച്ച് കിട്ടിയട്ടാ? 200 ഉണ്ടായിരുന്നു. ഇപ്പൊ 160. 160. 200 രൂപയ്ക്കൊക്കെ പോയതാ. അപ്പൊ ഇനി ഇത് വില എപ്പോഴാ കുറയണേന്നുള്ളത് അറിയില്ല. അപ്പൊ ഞങ്ങൾ ഒരുപാടൊന്നും പറിച്ചിട്ടില്ല. ഇന്നലെ പറിച്ചിട്ട് 10 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 10 കിലോ മാറ്റിയിട്ട് ബാക്കി വീട്ടാവശ്യത്തിനായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു. ഇപ്പോൾ ഇത്രയും സ്ഥലം ഏരിയ ഞങ്ങൾ പറിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ മുറിവാരങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2 വാരമല്ലേ ഇന്നലെ പറിച്ചുള്ളൂ കേട്ടാ. ഇന്നലെ 2 വാരം പറിച്ചു. ഇന്ന് 1 വാരമേ പറിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് മാറിയിട്ടൊക്കെ ഇഞ്ചി പറിക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് ഇഞ്ചി, അവിടെ മാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് വിത്തിനും എടുക്കണം, നമ്മുടെ വീട്ടാവശ്യത്തിനും വേണമല്ലോ. ഞങ്ങൾ ഇന്നേ നല്ല ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് തോരൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒന്നൊന്നര തോരനാണത്. കാരണം ഞാൻ അങ്ങനെയാണ് ആ തോരൻ വയ്ക്കാറ്. ഏത് കഴിക്കാത്തവരും ആ തോരൻ കഴിച്ച്. പണ്ട് കാലത്തൊക്കെ അമ്മയോട് ഞാൻ പറയും, അമ്മ ഒരു ഇടിയൻ ചക്ക നമുക്ക് ഇട്ട് വെക്കാം, എല്ലാ വീടുകളിലും വെക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം അമ്മ പറയും, പിന്നീട് പെണ്ണേ അതവിടെ കിടക്കട്ടെ, അത് മൂത്ത് കഴിയുമ്പേ കറി വെച്ചാൽ മതി. അപ്പോൾ ഈ 10 അംഗങ്ങൾ കഴിയുന്ന ഒരു വീടാണ് ഞങ്ങളുടേത്. അപ്പോൾ ഇടിയൻ എന്ന് പറഞ്ഞൊരു ചെറുതല്ലേ, എത്ര ഇടിയനിട്ടാലോ 10 എണ്ണത്തിന് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് അത് ചെയ്യാറുമില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഇടിയൻ ചക്ക ഞാൻ തന്നെ ഒരുക്കി വെച്ചു. അത് എനിക്കിഷ്ടപ്പെട്ടു. മറ്റുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം അമ്മ പറയുമായിരുന്നു, മൂക്കാത്ത ചക്ക തിന്നിട്ട് ഈ വയറ്റിൽ കിടന്ന് മറിഞ്ഞെടുക്കും, കൊത്തച്ചക്ക തിന്നാൽ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു മാറും. അമ്മ തിന്നിട്ടുമില്ല വെച്ചിട്ടുമില്ല എന്ന് എനിക്ക് തോന്നണു. അന്നത്തെ കാലത്തെ ആ ഇടിയൻ ചക്ക വെപ്പ് വിശപ്പൊതുക്കാൻ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൽ വലിയ രുചിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എവിടെന്നോ ഇച്ചിരി കഴിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഈ കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ആ കുഴഞ്ഞ പാടെ അത് അങ്ങനെ തിന്നുമ്പോൾ എനിക്ക് അത്ര രുചി എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും ഇടിയൻ ചക്ക വെക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര മതിയായ ഒരു രുചി വിഭവം എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ വെപ്പിനൊന്നും എനിക്ക് ഒട്ടും ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ആദ്യമായിട്ട് ഞാൻ ഒരു
30 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഇടിയൻ ചക്ക തിന്നത്. അത് ഞാൻ ഉണ്ടാക്കിയത് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചേ എടുക്കുള്ളൂ. അത് അതിൻ്റേതായ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവരും അത് കാണണം. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രുചി വിഭവമാണ്, ഹെൽത്തിയാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. അങ്ങനെ ഇടിയൻ ഞങ്ങൾ ഇട്ടു. ഈ ഇടിയൻ ചക്ക വയ്ക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. എല്ലാവരും വയ്ക്കുന്നത് പോലെയല്ല. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കഴിക്കാത്തവരും അത് കഴിക്കുമത്. അപ്പോൾ നമുക്ക് ഇത് ഒരുക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു 4/1 ഭാഗം മാത്രമേ വേണ്ടി വരുള്ളൂ. വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ തൂക്കുന്നത്. ഇതിൻ്റെ മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഞാൻ കഴുകി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അഴുക്കൊന്നും ഇല്ലാത്തതൊന്നും പഴയ കാലങ്ങളിൽ ഞങ്ങളത് മുള്ള ചെത്തിക്കളഞ്ഞിട്ട് ഇത് കഴുകാതെയൊക്കെയാണ് കേട്ടോ അരിയാറ്. ഇപ്പം ഞാനിത് അതിൻ്റെ പശ പോട്ടേന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇത് കഴുകിയത്. ഇത് ചക്ക ആയാലും ഇതിൻ്റെ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കഴുകി കളയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കഴുകി കളഞ്ഞൊക്കെയാണ്. ഞങ്ങൾ പണ്ടൊന്നും ഇങ്ങനെയല്ല കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുനുകുന അരിയാണ്. ഇത് മറ്റേ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ, ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കറ കൈമ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ തൂത്തിരിക്കുന്നത്. നമുക്ക് എത്ര നൈസായിട്ട് അരിഞ്ഞെടുക്കാമോ അത്രയും നൈസായിട്ട് ഇത് അരിഞ്ഞെടുക്കുക. അതാണ് നല്ലത്. ക്യാബേജ് എങ്ങനെ അരിയുന്നുവോ അങ്ങനെ അരിഞ്ഞാൽ അത്രയും നല്ലത്. ഇപ്പം ഞാൻ അരിയുന്ന കണ്ടല്ലോ. നമുക്കത് കട്ടിംഗ് ബോർഡിൽ വെച്ചും അരിഞ്ഞ് എടുക്കാം. ഇനി അത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അരിഞ്ഞെടുത്ത ഇടിയൻ ചക്ക, ചെറിയ ഉള്ളി ഒരു പിടിയുണ്ട്, കാന്താരി മുളകുണ്ട് എരിവിന് ആവശ്യത്തിന്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, ഇതിന് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുകയാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. എന്നിട്ട് തിരുമുന്നുണ്ട്. അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തിരുമാം. ശരിക്ക് ഇതിങ്ങനെ തിരുമണം. പച്ചമുളക് ഇടാത്തവർക്ക് മുളക് പൊടി ഇട്ട് തിരുമാട്ടോ. ഇത് പച്ചമുളക് ഇപ്പോൾ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, കാന്താരി മുളക്. അപ്പോൾ ഞാൻ മുളക് പൊടി ഇപ്പോൾ ഇടുന്നില്ല. ഇടിയൻ ചക്ക അരിഞ്ഞ് വെച്ചേക്കണത് ഇട്ട് നമുക്ക് തിരുമാം. നമുക്കത് തിരുമാട്ടോ. ശരിക്കും അതൊക്കെ ഇതിലേക്ക് ചേരുന്നത് പോലെ ഒന്ന് തിരുമ്മി തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് ബാക്കി പണിയിൽ ചെയ്യാം. അതായത് തേങ്ങ ചുരണ്ടി എടുക്കണം, ഉള്ളിയും മുളകും ശരിയാക്കി എടുക്കണം, പിന്നെ കടുകിട്ട് പൊട്ടിച്ച് ഒറ്റൻമുളകും ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉരുളിയിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ആരാ കഴിക്കാത്ത? ഇപ്പം തന്നെ ഇത് തിരുമ്മിയിട്ട് എന്തൊരു സ്മെല്ലാ വന്നേന്നോ. ഇനി ഞാനിത് ഉരുളിയിൽ നിന്ന് മാറ്റി മണം പോകാതെ വേറൊരു പാത്രത്തിലാക്കി ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുകയാണ്. 2 കൈയും കൂട്ടി തിരുമ്മി ഉടച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഉരുളി ഞാൻ അടപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാണ്. വെളിച്ചെണ്ണ ചൂടായി ഞാൻ കടുക് ഇടുകയാണ്. കടുകിട്ട് പൊട്ടിച്ച് ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഞാൻ ഇട്ടേക്കാണ്. കടുകുണ്ടാകും.
വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചാണ് ഇടിയൻ ചക്ക അരിഞ്ഞത് മസാലയൊക്കെ ചെയ്ത് വെക്കേണ്ടത് ഇട്ട് കൊടുക്കണം. ഇടിയൻ ചക്ക ഇട്ടു. ഇനി അത് ഇളക്കി മറിക്കുക. നല്ലോണം ആവി വരുന്നത് വരെ ഇളക്കുക. നല്ലോണം ഇപ്പോൾ സവാളയുടെ പിന്നെ ഞാനിത് തിരുമ്മി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതും വാടി അതിലെ വെള്ളവും ഒക്കെയുടെ കൂടി ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ടതില്ല. ആവി ശരിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ആയുള്ളൂ കേട്ടോ ഞാനത് ഇട്ടിട്ട്. അപ്പോൾ ഈ ആവി ഇപ്പം ശരിക്ക് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ മൂടിയിട്ട് വേവിക്കണം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കി വീണ്ടും ഇളക്കി മറിച്ച് ഇതുപോലെ തന്നെ തട്ടിപ്പൊത്തിയൊക്കെ വെക്കണം. അപ്പോൾ ഇത് മൂടി വേവിക്കാം. തുറന്ന് ഇളക്കി ഇടാം കേട്ടോ. ശരിക്കും ആവി കൊണ്ടുണ്ട് കണ്ടില്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ടുകൊണ്ടിരുന്നുള്ളൂ. കാരണം നമ്മൾ വെള്ളം ഇതുവരെ ഒഴിച്ചിട്ടില്ല. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്ന്. അതിനോട് വന്നു കഴിഞ്ഞപ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങി. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വേവായിട്ടുണ്ട്. കുഴച്ച് കളയാതെ ഒന്നുകൂടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതാ തേങ്ങാപ്പാൽ അതിലേക്ക് ചേരൂല. തേങ്ങ ചതച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുമാതിരി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റാണ് അങ്ങനെയൊക്കെ വെക്കുമ്പേ. നല്ല രുചിയാണ്. നമ്മൾക്ക് ഇടിയൻ ചക്ക കിട്ടിയ ഒരുപാട് ഒരു ചക്ക മുഴുക്കോലും ഒക്കെ എടുത്താൽ ഓരോരുത്തർ ചെയ്യണേ കണ്ടേണ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ചെറിയ പീസ് എടുത്തിട്ട് എത്രയോ നേരങ്ങളിൽ നല്ല രുചിക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ മുളക് പൊടി ഇടാണെങ്കിൽ ഇതിനും നല്ല കളറ് കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ കാന്താരി മുളകാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ആ തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ചേർന്ന് ഒന്ന് വരട്ടെ. ഞാൻ മുളക് പൊടി ഇട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കാന്താരി മുളക് ഒരുപാട് തയ്യാറുണ്ട്, അങ്ങനെ ചെയ്തതാണ്. ഇനി ഒന്നുകൂടി മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ കടല ചേർക്കേണ്ടതുണ്ട്. ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണത്. അപ്പം നമുക്ക് ഓരോന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അതുകൂടി ഇതിനകത്തിട്ട് ഇളക്കി മറിക്കാം. നമ്മുടെ ഇടിയൻ ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് അവസാന ഘട്ടത്തിലേക്കുള്ള ഇതാണ്. കറിവേപ്പില നിരത്തിയിട്ടുണ്ട്. ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയാണ്. ഇതുകൂടി ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് പിന്നെ ഞാൻ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആവി അതിലേക്ക് അടിഞ്ഞു. ഇനി നമുക്ക് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഒരു തുള്ളി വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. അത്രയ്ക്കും നല്ല ഒരു തോരനായിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.